രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിൽ ശോഭയാണ് ആശാവർക്കർമാരുടെ സമരസമിതിയിൽ നിന്നുള്ളത്. ശോഭ, നിങ്ങളുടെ സമരം ഇന്ന് 40-ാം ദിവസത്തിലാണ്. നിങ്ങളിൽ നിരാഹാരം ഇരുന്നവരിൽ ഒരാൾക്ക് വയ്യാതാവുകയും ചെയ്തിരിക്കുന്നു. ഈ സമരം ഇതേ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇപ്പോഴും കരുത്തുണ്ടോ? കരുത്തുണ്ട് മാഡം. ഞാൻ നിരാഹാരം ഇതുവരെ ഇരുന്നിട്ടില്ല, പക്ഷെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ ഈ നിരാഹാരം ഏറ്റെടുത്തത്. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തോടാണ് ചോദിക്കേണ്ടത്. ഇവിടെയല്ല സമരം ചെയ്യേണ്ടതെന്നാണ് സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. നിങ്ങൾ കേന്ദ്രത്തോട് നിങ്ങൾക്ക് ഒരു വിമർശനവുമില്ല എന്നാണോ പറയേണ്ടത്? മാഡം, കേന്ദ്രമായാലും സർക്കാരായാലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്കൊരു തീരുമാനിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശോഭ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ വട്ടൂർക്കാവ് UPHS 18 വർഷമായി. ശോഭയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് പറയാമോ? എന്നെ കൊണ്ട് എൻ്റെ കുടുംബം നോക്കാൻ പറ്റാത്ത മാഡം, എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്, എൻ്റെ മോള് ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നു. അവളുടെ ആ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വാടക 6000 രൂപ കൊടുക്കണം, കറണ്ട് ബില്ല് 1500, വാട്ടർ ബില്ല് 1000. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് നിത്യവൃത്തിക്കുള്ള പൈസ കിട്ടുന്നില്ല. ആശാവർക്കർ എന്ന നിലയ്ക്ക് ശോഭയുടെ ഒരു ദിവസം തുടങ്ങി ഒരു ദിവസം എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഞാൻ രാവിലെ ഡ്യൂട്ടിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിണിയായിട്ടാണ് പോകുന്നത്. ഒരു മാവ് വാങ്ങിച്ചാൽ കുട്ടികൾ എന്തെങ്കിലും കഴിക്കട്ടെന്നും പറഞ്ഞ് ഞാൻ കഴിക്കാതെ പോകും. എന്നിട്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് അവരടുത്ത് പറയും ഞാൻ കഴിച്ചു. ചില കൂട്ടുകാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ് ഞാൻ കിടക്കുന്നത്. അവരടുത്ത് പറയും കഴിച്ചെന്നും പറഞ്ഞ് കിടക്കും. ഞാൻ അങ്ങനെ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. വീട്ടിൽ പട്ടിണി മാറ്റാനുള്ള സമരമാണല്ലോ. പട്ടിണി മാറ്റാനുള്ള സമരമാണല്ലോ ഞാൻ ചോദിച്ചത്. ശോഭ, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം ഒന്ന് വിശദീകരിക്കാനുള്ളതാണ്. ജോലി നേരം വെളുത്ത് ഇറങ്ങിപ്പോയാൽ പിന്നെ സർവേ എല്ലാം ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ സർവേകൾ അവർ പറയുന്നതെല്ലാം എടുത്തു കൊടുക്കും. ഗർഭിണികളെയും കുട്ടികളുടെയും വയസ്സായവരുടെ പാലിയേറ്റീവിൻ്റെയും പിന്നെ ഇമ്മ്യൂണൈസേഷൻ വർക്ക് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒരു നേരമാകും. വീട്ടിൽ അത് കഴിയുമ്പോൾ ഇവർ ഓരോന്നും വിളിക്കും. ചില നേരം ഫോൺ ചാർജ് ചെയ്യാൻ പോലും പൈസ കാണില്ല. പിന്നെ അവരെ വായിരിക്കുന്ന ഞാൻ കേൾക്കേണ്ടി വരും. അറിയില്ല ഞാൻ. പിന്നെ മോളുടെ ഫോണിൽ നിന്നൊക്കെ നെറ്റൊക്കെ എടുത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ ഓരോന്നും വിളിച്ചുകൊണ്ടിരിക്കും. എനിക്കത് ചില നേരം മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് പോലും എനിക്കറിയാത്ത ഒരിതാണ് ഈ ജോലിഭാരം കൊണ്ട്. എന്നെക്കൊണ്ട് ചില നേരം പറ്റാതെ വരും. വീട്ടിലെ ടെൻഷനും ജോലിയുടേതാകുമ്പോൾ എനിക്കതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. Debate with Smriti Parathikkad.